ഭാരതമെന്ന പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റി ജന്മഗൃഹമല്ലോ. ഭാരതമെന്ന പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റി ജന്മഗൃഹമല്ലോ. ഇന്ത്യ എൻ്റെ നാട്, ഞാൻ പിറന്ന നാട്, എന്തു നല്ല നാട്, ചന്തമാർന്ന നാട്. താങ്ക് യു. ഗാന്ധിജി അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ പല്ലില്ലാതെ മോണ കാട്ടിച്ചിരിക്കും അപ്പൂപ്പൻ. നമ്മുടെ അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ നാടിൻ നന്മക്കായി പിറന്നൊരപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. അടിയും മിടിയും കൂസാതെ പൊരുതിയ അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. ആക്രമണമൊന്നും കാട്ടാതെ സമരം ചെയ്തൊരപ്പൂപ്പൻ, നമ്മുടെ അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. താങ്ക് യു ടീച്ചർ. ഓക്കെ. വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമ്മുടെ നാടിത് നേടിത്തന്നു നമ്മളുടെ ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിത് നേടിത്തന്നു നമ്മളുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. നല്ലത് മാത്രം ചെയ്യാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മോടോതുക ആണപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. കൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മളുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. ഗാന്ധി അപ്പൂപ്പന്റെ പാട്ട്. Assembled here to celebrate our 74th Independence Day. As a citizen of India, I am so proud to talk to you about my mother India. On the night of August 14, 1947, Pandit Jawaharlal Nehru rose to make a maiden speech in New Delhi. When the world sleeps, India will wake to life and freedom. Yes, India becomes free from the bondage of British rule. India is the largest democratic country in the world. The country's strength is to fight unity in diversity.
But there are stray incidents that test her secularism. But the people of India are ready to sacrifice anything for the cause of unity. Today we remember the great leaders who give their lives for the nation's freedom and prosperity. Gandhiji taught us ahimsa and non-violence. Subhash Chandra Bose inducted courage in us. Dr. B.R. Ambedkar gave the longest written constitution to us. Indira Gandhi was the first Prime Minister of India. She was also known as the Woman of Millennium. Bhagat Singh made a revolutionary movement to make a socialist India. Achama Chandra was known as the Jhansi of Kanpur. Sarojini Naidu was an independent activist, poet, and politician. Vaikam Muhammad Bashir participated in the Vaikam Satyagraham. He organized the Janil Ujjivanam. Thank you. Gandhiji was a great leader who taught us about different effective way of freedom like ahimsa, satyagraha, etc. Dr. Rajendra Prasad was the architect of Indian Constitution. Subhash Chandra Bose, also known as Netaji, wanted an unconditional freedom. We remember Rajani because of him. Tipu Sultan, also known as the Tiger of Mysore, he deployed rockets against British forces. Revolutionaries who made immense contribution towards India's freedom. Our former President Dr. APJ Abdul Kalam called children of India to dream to build a strong nation with aim and perseverance. Indeed, this is not a word of single man. It is word of 1 billion souls. Jai Hind. കൊടി ഉയരട്ടെ പാറട്ടെ പാറട്ടെ പൂവണ്ണ കൊടി പാറട്ടെ വളരട്ടെ ശേഖം വളരട്ടെ നല്ലത് മാത്രം ചെയ്യാനും
ഇന്ത്യ നാട് ഞാൻ വളർന്ന നാട് ഇന്ന് സ്വന്തം നാട് ചർണവാന നാട്ടി നമ്മൾ കൈകോർക്കുന്ന ആള് വരിക വരിക കൂട്ടരെ വരി വരിയായി നിൽക്കുവിൻ തല നിവർത്തി നേരെ നമുക്ക് കൊടി വന്ദിക്കാം ചുവപ്പ് വെള്ള പച്ചയാണ് മൂന്ന് നിറങ്ങളുണ്ടല്ലോ നടുവിലാണ് കൊടിയിലൊരു ചക്രമുണ്ടല്ലോ നമ്മുടെ മാനസദസ്സിന് വന്ദനം. പ്രിയ അധ്യാപകരെ, കൂട്ടുകാരെ, എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 73 വർഷം തികയുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തികളെ ഞാനിവിടെ സ്മരിക്കുന്നു. ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ അഹോരാത്രം പ്രയത്നിച്ച ഫലമായാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ആഗസ്റ്റ് 15. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നൗരീൻ ഫിൽഹ. പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് ആഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് 15. ഈ സന്തോഷവേളയിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരയോദ്ധാക്കളെ നമുക്ക് ഓർക്കാം എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ന് നാം 74ാമത് സ്വാതന്ത്ര്യം ആഘോഷിച്ചത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മാനസദസ്സിന് വന്ദനം. ഇന്ന് നമ്മുടെ 74ാമത്തെ സ്വാതന്ത്ര്യമല്ലേ. എല്ലാവർക്കും ഇന്ന് സ്വാതന്ത്ര്യ ആശംസകൾ. ബ്രിട്ടീഷുകാരുടെയും അടിമത്തത്തിന് എതിരായി ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും മറ്റനേകം ദേശസ്നേഹികളെയും തകജലങ്ങൾ ആയ പോരാട്ടങ്ങളുടെ ഫലമായി 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യം വേണ്ടി ജീവത്യാഗം
ദേശാഭിമാനികൾക്ക് പ്രണാമം അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയെ കുറിച്ച് 2 വാക്കുകൾ. ഗാന്ധി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്തറിലാണ്. 1869 ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധി ചരിത്രം പറഞ്ഞു. ഗാന്ധി ചരിത്രം, ഗാന്ധിയുടെ ചിത്രങ്ങൾ. പാടുക വീണ്ടും സ്വാതന്ത്ര്യത്തിൻ പാവനഗീതം നമ്മൾ, പേറുക വീണ്ടും പിറന്ന നാടിൻ മൂവർണ്ണക്കൊടി നമ്മൾ. ഒരേയൊരിന്ത്യ, ഒരൊറ്റ ജനത, ഒരക്കിടാങ്ങൾ നമ്മൾ, ഒരേയൊരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കുടുംബം നമ്മൾ. സത്യം, ധർമ്മം, സഹോദരം നമ്മുടെ ജീവിത തന്ത്രം. സ്നേഹം, സഹനം, സർവസമത്വം നമ്മുടെ മോചന മന്ത്രം. പാടുക വീണ്ടും സ്വാതന്ത്ര്യത്തിൻ പാവനഗീതം നമ്മൾ, പേറുക വീണ്ടിൽ പിറന്ന നാടിൻ മൂവർണ്ണക്കൊടി നമ്മൾ. നമ്മുടെ സ്വത്തും സ്വർഗവുമെല്ലാം സ്വന്തം നാടാണെന്ന്, സ്വന്തം നാടിൻ മാനം കാക്കാൻ മടിയരുതേ നാമെന്നും. ജയ് ഹിന്ദ്. വടിയും കുത്തി അടഞ്ഞിട്ട് നമുക്ക് അടി എടുത്തന്നു ഗാന്ധിയപ്പൂപ്പൻ. നല്ല യാത്ര ചെയ്യാനും നല്ലതായി നടക്കാനും നമ്മോടൊതുകയാണ് ഗാന്ധിയപ്പൂപ്പൻ. തൊഴിലോടെ വയ്ക്കാനും തൊക്കിലായിരിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ല ഗാന്ധിയപ്പൂപ്പൻ. എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, എന്റെ ജീവനായ എന്റെ സ്വന്തം രാജ്യം, അമ്മയായ നാട്, മക്കളെല്ലാം സേവനത്താൽ സ്വന്തമാക്കുന്ന എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, എന്റെ ജീവനായ എന്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എന്റെ നാട്, ഞാൻ പിറന്ന നാട്, എന്തു നല്ല നാട്, ചന്തമാർന്ന നാട്. താങ്ക് യു. എന്റെ നാട് ഭാരതമെന്ന നാട്, എന്റെ നാട് ഭാരതമെന്ന നാട്, പെറ്റമ്മ എന്റെ നാട്, എല്ലാവർക്കും ഒന്നായി കൂടുന്ന നാട്. അങ്ങനെ ആകാശത്ത് കാണുന്നു നമ്മുടെ നിറക്കൊടികൾ. എന്റെ പതാകയാണ് എന്റെ ഭാരതം, മഴയുള്ള വെള്ള മഞ്ഞുള്ള നാട്, പാടുള്ള നാട്, ഒരുമയോടെ ഒരുമിച്ച് വാഴുന്ന നാട്. എന്റെ ഭാരതം
ഭാരതം എന്ന നാട്. Dear all, we all know that India got independence on 15th August 1947 from the British rule. Independence Day is celebrated on the 15th August. In the early morning, the flag is hoisted by the Prime Minister on Red Fort. India is our mother country. We should always be really to save it from the bad people. I wish you all a happy Independence Day. Jai Hind. My teacher and friends, Independence Day is a very important day to keep the spirit of patriotism. I live the also enjoy the spirit of freedom. Jai Hind. മാന്യസഹോദരന് വന്ദനം. ഇന്ന് നാം 74ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15-നാണല്ലോ നാം ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഗാന്ധിജി, നെഹ്റു, നേതാജി തുടങ്ങി നിരവധി പേരാണ് നമുക്ക് വേണ്ടി പീഡനങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ചത്. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഏറെ ആളുകളുടെ ജീവൻ ബലിയർപ്പിച്ചതിന്റെ ഫലമായി ലഭിച്ചതാണ്. ഭാരതത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി നാം ഓരോരുത്തരും ഒരുമിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. Dear friends, my heartfelt wishes for the 74th Independence Day. India got independence on 15th August 1947. Many great leaders like Mahatma Gandhi, Subhash Chandra Bose, Sardar Vallabhbhai Patel, etc. sacrificed their lives for freedom of our country. I am proud of my country. Jai Hind. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഇന്നാണല്ലോ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ മോചിതയായ ദിവസം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. എന്റെ കുന്നതും വളരെ പ്രിയപ്പെട്ട സഹപാഠികൾ, ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇതേ ശക്തിയുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതത്തിന്റെ അമൃത് നേടിയെടുത്ത മഹത്തായ സുദിനം. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. ആ പുണ്യദിനം ഇന്ന് നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളായ നമ്മൾ ഭാരതത്തോടുള്ള കൂറും അഭിമാനവും ഉണരുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ വലിയ വിലയും പാരതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന ബാലഗംഗാധര തിലകിന്റെ വാക്കുകളിൽ അഗ്നിയാണ് നമ്മൾ കുളത്തിവെക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്. Respected teachers, parents, and to my dear friends, India become an independent country on 50 August 1947. Thousands of freedom fighters like Bhagat Singh, Netaji, Lala Lajpat Rai, Sukhdev, Chandrasekhar, etc. sacrifices their lives for us. We should serve and save our country. Jai Hind. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. Independence Day, everybody.
ഇഷ്ടമുള്ളതാണ് ചെയർമാൻ. ചാച്ചാജി, ഗാന്ധിജി, അങ്ങനെ കുറേ പേര് യുദ്ധം ചെയ്താണ് നമുക്ക് ഫ്രീഡം കിട്ടി. ഓഗസ്റ്റ് 15 ഫ്രീഡം കിട്ടി. ഇനി നിങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചോളൂ. ജയ് ഹിന്ദ്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, പല ഭാഷ പല വേഷ ഒത്തിരി നാട്, നമ്മുടെ ഭാരത നാട്, മനോഹര നാട്, ഗംഗാനഗോദർക്ക് ഗാനരക്കും നാട്. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാട് നേടിത്തന്നാൽ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നല്ലത് മാത്രം ചെയ്യാനും ഉള്ളവരായി നടക്കാനും നമ്മോട് ഒതുകയാണ് അപ്പൂപ്പൻ. ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാളെ നേടി തന്നു ഗാന്ധിജി അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. ശാന്തി പെരുന്നയുടെ നാട്, ശാന്തി ഇന്നയുടെ നാട്, മൂവർണ്ണക്കൊടി പാടി നടക്കും സമത്വ സുന്ദര നാട്. കണ്ടോ ഞങ്ങളുടെ കയ്യിലിരിക്കും മൂവർണ്ണക്കൊടികൾ, സ്വാതന്ത്ര്യത്തിന് മൂന്നടി പൂട്ടിയ മൂവർണ്ണക്കൊടികൾ. എന്റെ സ്വന്തം നാട്, എന്റെ സ്വന്തം നാട്, സ്വന്തമുള്ള നാട്. കൊടി പാടട്ടെ, മാനം മുട്ട് പറക്കട്ടെ, മുടനാടിൻ അഭിമാനം മാനം മുട്ട് പറക്കട്ടെ. എന്റെ ഭൂമി പാതരം എത്ര എത്ര സുന്ദരം, കരമതരവീന്റെ പാതരം. ജയ് ഹിന്ദ്. ഓർമ്മയാർന്ന നാട്, പെർമയാർന്ന നാട്, എന്തു നല്ല നാട്, നാം പിറന്ന നാട്. All Indians. भारत माता की It happens only in India. It happens only in India. सबसे प्यारी तेरी सूरत प्यार है, बस तेरा प्यार ही माँ तुझे सलाम. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ ഒരാളായ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 1897 ജനുവരി 23 ഒറീസയിൽ ജനിച്ചു. ഒരു വിപ്ലവ നേതാവായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന് നേതാജി എന്നാണ് വിളിച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം നൽകി. നന്ദി, നമസ്കാരം. നമസ്കാരം. ഭഗത് സിംഗ് 1907 സെപ്റ്റംബർ 8 പഞ്ചാബിൽ ജനിച്ചു. വിപ്ലവത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സിഖുകാരനാണ് ഭഗത് സിംഗ്. നന്ദി, നമസ്കാരം. ഹായ്, ഞാനാണ് കുട്ടികളെ ചാച്ചാജി. ലാലാ ലജ്പത് റായ് 1865 ജനുവരി 28 ലുധിയാനയിൽ ജനിച്ചു.
സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹം പഞ്ചാബിലെ സിംഹം എന്നും അറിയപ്പെട്ടു. ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം.